അപ്പം മറക്കണ്ട, ഫൗറാൻ സംവിധാനം മുഖേന നമുക്ക് പൈസ അയക്കുകയും ചെയ്യാം, പൈസ ആവശ്യപ്പെടുകയും ചെയ്യാം. ഖത്തർ സെൻട്രൽ ബാങ്ക് ഈ ഫൗറാൻ സംവിധാനത്തിലൂടെ 2 ഓപ്ഷനുകൾ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആരോടെങ്കിലും നേരിട്ട് പൈസ കടം ചോദിക്കാൻ നമുക്കൊക്കെ മടിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള പൈസ തിരിച്ചു ചോദിക്കാൻ നമുക്കൊക്കെ മടിയായിരിക്കും. അതിനൊക്കെ പരിഹാരമായിട്ട് ഖത്തർ സെൻട്രൽ ബാങ്കിൻ്റെ ഈ ഒരു സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഖത്തറിലുള്ള എല്ലാ ബാങ്കുകളുടെയും മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ഫൗറാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളതായിട്ട് നമുക്ക് ഏവർക്കും അറിയാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംവിധാനം നിലവിൽ വന്നത്. ഈ ഫൗറാൻ എന്ന സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് വ്യത്യസ്ത ബാങ്കുകളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇങ്ങനെ ഫൗറാൻ എന്ന സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതിന് നമ്മൾ മിനിറ്റുകൾക്കുള്ളിൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ആകും. അതിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല, ഈ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് സർവീസ് ചാർജും ഉണ്ടായിരിക്കുന്നതല്ല. മുമ്പ് നമ്മളൊരു ബാങ്കിൽ നിന്ന് മറ്റൊരു വ്യത്യസ്ത ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്കതിന് സർവീസ് ചാർജ് ഉണ്ടായിരുന്നു. മാത്രമല്ല, അത് ക്രെഡിറ്റ് ആകുന്നതിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നതിന് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതുകൂടാതെ ഖത്തർ സെൻട്രൽ ബാങ്ക് ഈ ഫൗറാൻ സംവിധാനത്തിലൂടെ 2 ഓപ്ഷനുകൾ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഓപ്ഷൻ, അതായത് ഒന്ന് റിക്വസ്റ്റ് ടു പേ, രണ്ടാമത്തത് അക്സെപ്റ്റ് ടു പേ. ഈ 2 സംവിധാനങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ഈ ഫൗറാനിലൂടെ അവർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 2 സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരാളോട് പൈസ നമുക്ക് കടം ചോദിക്കണമെങ്കിൽ നേരിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ തിരികെ ചോദിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യുക, നേരിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഫൗറാൻ എന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് ടു പേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ആരിൽ നിന്നാണ് നമുക്ക് പൈസ ലഭിക്കേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. ഇങ്ങനെ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റിക്വസ്റ്റ് നമ്മൾ ആർക്കാണോ റിക്വസ്റ്റ് സെൻഡ് ചെയ്തത് അവരുടെ രജിസ്റ്റേർഡ് ഇമെയിലിലേക്കും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും അവർക്ക് റിക്വസ്റ്റ് ലഭിക്കും. അപ്പോൾ അവർക്ക് ഈ റിക്വസ്റ്റ് അവരുടെ രജിസ്റ്റേർഡ് മൊബൈലിൽ മെസ്സേജ് വന്നതായിട്ട് കാണാം, അതല്ലെങ്കിൽ അവരുടെ ഇമെയിലിൽ അവർക്ക് ഈ മെസ്സേജ് വന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ മെസ്സേജ് കാണുമ്പോൾ അവർക്ക് കാണാം ഇന്ന ആൾ ഇത്ര രൂപ അവർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മെസ്സേജ് ലഭിക്കും. അങ്ങനെ മെസ്സേജിൽ അങ്ങനെ കാണുമ്പോൾ ഈ റിക്വസ്റ്റ് ലഭിച്ച ആൾ അയാളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ അക്സെപ്റ്റ് ടു പേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാം, ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. ഇതാണ് ഇപ്പോൾ നിലവിൽ ഈ ഫൗറാൻ സംവിധാനത്തിലൂടെ ഖത്തർ സെൻട്രൽ ബാങ്ക് അവതരിപ്പിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ്. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ആരോടെങ്കിലും പൈസ കടം ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു ചോദിക്കണമെങ്കിലോ മടി കാണിച്ച് നടക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഫൗറാൻ സംവിധാനത്തിലൂടെ നമുക്ക് റിക്വസ്റ്റ് അയച്ചുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള പൈസയോ അല്ലെങ്കിൽ കടം മേടിക്കാനുള്ള പൈസയോ നമുക്ക് ആവശ്യപ്പെടാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിക്വസ്റ്റ് അയക്കുന്ന ആളും റിക്വസ്റ്റ് സ്വീകരിക്കുന്ന ആളും ഈ 2 കൂട്ടരും ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഫൗറാനിൽ രജിസ്റ്റർ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു സംവിധാനം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം മറക്കണ്ട, ഫൗറാൻ സംവിധാനം മുഖേന നമുക്ക് പൈസ അയക്കുകയും ചെയ്യാം, പൈസ ആവശ്യപ്പെടുകയും ചെയ്യാം. ഓക്കെ, എൻ്റെ വീഡിയോകൾ കാണുന്ന ആളുകൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കാണുകയാണെങ്കിൽ ആ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് എവർക്കും അറിയാം. ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, ലൈക്ക് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യാം, സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. നമ്മൾ പിന്നീട് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ മാത്രം. ഓക്കെ, താങ്ക് യു.